ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന വ്രജജനരഞ്ജന ജയ യശോദാനന്ദന വ്രജജനരഞ്ജന യമുനാതിരാവനചാരി യമുനാതിരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന വ്രജജനരഞ്ജന ജയ യമുനാതിരാവനചാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ജയ രാധ മാധവ ജയ ജയ രാധ മാധവ ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ കൃഷ്ണ ബലറാം ജയ ജയ കൃഷ്ണ ബലറാം ജയ ജയ കൃഷ്ണ ബലറാം ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ് ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ശ്രീല പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് നമോ ഓം വിഷ്ണുപദായ കൃഷ്ണ പ്രസ്ഥായ മഹാവിഷ്ണു സ്വാമി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണ പ്രസ്ഥായ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനെ നാമേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രധാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമതീരേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായം 31-ാം ശ്ലോകമാണ്. ശ്ലോകം തയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിവാം തയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിവാം അന്ധപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിതാം അന്ധപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിതാം തയാ വിലസിതേഷു ഗണേഷു ഗുണവാനിവ അന്ധപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിതാം. ഇതിന്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തയാ അവരാൽ, വിലസിതേഷു സോഷ്യൽ എടുത്ത് വെച്ച് പഠിക്കേ. വിലസിതേഷു ജന്മത്തിലാണെന്ന് വരികിലും യേശു ഈ ഗുണേഷു ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ ഗുണവാൻ ഗുണങ്ങളാൽ പ്രഭാവിതമാകുന്നു. ഇവ എന്ന പോലെ അന്ധ ഹൃദസ്ഥനായി പ്രവിഷ്ട ഉള്ളിലേക്ക് പ്രവേശിക്കുക, വ്യാപരിക്കുക. ആഭാതി അപ്രകാരം കാണായി വരിക. വിജ്ഞാനേന അതീന്ദ്രിയ അവബോധത്താൽ വിജൃംഭിത പൂർണ്ണമായി പ്രബുദ്ധമായി തീരുക. ശിലാപ്രഭുവാദർജിക്ക് ജയ്. വിവർത്തനം ഭാവാർത്ഥവും. ഭൗതിക തത്വങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ സ്വയം വിസ്തരിച്ച് അവയിൽ സന്നിവേശിച്ചു. അപ്രകാരം ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ
ഗുണങ്ങളുടെ സ്വാധീനതയിലായ ജീവസൃഷ്ടികൾക്കായി ആവിർഭവിച്ചു. എങ്കിലും ഭഗവാൻ തന്റെ അതീന്ദ്രിയ പദവിയിൽ സർവദാ പരിപൂരിത ജ്ഞാനോദ്ദീപമായി നിലകൊള്ളുന്നു. ഭാവാർത്ഥം: ഭഗവാന്റെ വിഭിന്ന ആവശ്യ ഘടകങ്ങളാകുന്നു ജീവാത്മാക്കൾ. മാത്രമല്ല, ആത്മീയ രാജ്യത്തിന് അയോഗ്യരായ ബദ്ധാത്മാക്കൾ ഭൗതിക വസ്തുക്കളെ വിസ്തരിച്ച് അനുഭവിക്കാനായി ഭൗതിക ലോകത്തിൽ വിന്യസിച്ചിരിക്കുന്നു. പരമാത്മാവും ജീവാത്മാക്കളുടെ ശാശ്വതമിത്രവുമായ ഭഗവാൻ അദ്ദേഹത്തിന്റെ പൂർണ്ണാധികാരമുള്ള അംശങ്ങളാൽ ജീവാത്മാക്കളെ ഭൗതികാടിസ്ഥാനത്തിൽ നയിക്കുന്നതിനായി അവരുമായി സഹകരിക്കുന്നു. അപ്രകാരം അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിത്തീരുന്നു. ജീവാത്മാക്കൾ ഭൗതിക സ്ഥിതികളിൽ ഭൗതികാവസ്ഥകളിൽ ആനന്ദിക്കുമ്പോൾ ഭഗവാൻ ഭൗതികാന്തരീക്ഷത്താൽ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പദവി പ്രഭാവിതമാകാതെ പരിരക്ഷിക്കുന്നു. വേദസാഹിത്യങ്ങളിൽ ഒരു വൃക്ഷത്തിൽ 2 പക്ഷികൾ ഇരിക്കുന്നതായി പ്രസ്താവിക്കുന്നു. ഒരു പക്ഷി വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കുന്നു, മറ്റേ പക്ഷി ഈ വൃക്ഷത്തിന് സാക്ഷിയാകുന്നു. ഇവിടെ സാക്ഷി ഭഗവാനും ഫലഭോജി ജീവാത്മാവുമാകുന്നു. ഫലഭോജി അതിന്റെ യഥാർത്ഥ അനന്യതയെ വിസ്മരിച്ച് ഭൗതികാവസ്ഥയിലുള്ള കർമ്മഫല ഹേതുവായ പ്രവർത്തനങ്ങൾ ആധിക്യമായി വ്യാപരിക്കുന്നു. എന്നാൽ ഭഗവാൻ പരമാത്മാവ് സദാ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണാഭിജ്ഞനാണ്. പരമാത്മാവും ബദ്ധാത്മാവും തമ്മിലുള്ള അന്തരമാണിത്. ബദ്ധാത്മാവ്, ജീവസത്ത എന്നിവ പ്രകൃതി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ പരമാത്മാവ് ഭൗതിക ശക്തിയുടെ നിയന്ത്രകനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാവോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സകൃജാതം സഹഗണ രഘുനാഥാന്വിതം തം തം ശ്രീജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു, അപ്പൊ അതിന്റെ പ്രഭുപാദർജി എന്തൊക്കെയാ നമ്മളെ മനസ്സിലാക്കുന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ സൃഷ്ടികർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഭൗതിക ലോകവും സൃഷ്ടിക്കുന്നു. ഭൗതിക ലോകം സൃഷ്ടിച്ചതിന് ശേഷം അവിടെ യോഗ്യരായ ആളുകളെ അവിടെ വിടുന്നുണ്ട്. ജന്തുക്കൾ, അതായത് നമ്മുടെ ജീവാത്മാക്കൾ അവിടെ എത്തുന്നു. അപ്പൊ അവരുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഭഗവാനും കൂടെ അവരുടെ കൂടെ ഈ ഭൗതിക ലോകത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ സൃഷ്ടി നടത്തിയതിനു ശേഷം എല്ലാ വസ്തുക്കളിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചങ്ങളോ അണ്ടകടാഹങ്ങളോ ഒക്കെ തന്നെയോ നിർജീവമായിരിക്കും. അപ്പൊ അതിന്റെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അത് ഓരോയിടത്തും ഉണ്ടായിരിക്കണം. അങ്ങനെ ഭഗവാൻ സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പല അവതാരങ്ങൾ എടുക്കുന്നുണ്ട്. പല വിധത്തിലുള്ള രൂപങ്ങൾ സ്വീകരിച്ചിട്ട് അദ്ദേഹം
സൃഷ്ടിയുടെ മൊത്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടി ആവിർഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതും അത് എവിടെയൊക്കെ ഏത് രീതിയിൽ അദ്ദേഹം ഏത് നാമത്തിൽ അറിയപ്പെടുന്നുള്ളതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വരും ഇവിടെ. അതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നമുക്കിവിടെ നോക്കാം. ഈ ശ്ലോകത്തിൽ മാത്രം, ഈ ശ്ലോകത്തിൽ പറയുന്നത് പരമാത്മാവ് ഭൗതിക ലോക സൃഷ്ടിക്ക് ശേഷം അദ്ദേഹവും കൂടെ പ്രവേശിക്കുകയും അവിടെ വസിക്കുന്നവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹവും കൂടെ ഉണ്ട്. ഭഗവാൻ പരമാത്മാ രൂപത്തിൽ ഓരോ ജീവികളുടെയും അതായത് ഉള്ളിൽ പ്രവേശിച്ച് അതിന് വേണ്ടുന്ന ആ ജീവികൾക്ക് വേണ്ടുന്ന സുഖസൗകര്യങ്ങൾ അവരുടെ ഇഷ്ടം പോലെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ കൂടുതലായി വിവരിക്കുന്നത്. ഭഗവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ ജന്തുക്കളും നിർജ്ജീവമായി തന്നെ ഇരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഈ ശ്ലോകത്തില് നമ്മുടെ ഭാഗവതം 3-ാം സ്കന്ധം 31-ാം അധ്യായത്തില് 1-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഒരു ജന്തുക്കളുടെ ഉത്ഭവം എങ്ങനെ നടത്തുന്നു, അതായത് ഈ സൃഷ്ടി എങ്ങനെ സൃഷ്ടിക്കുന്നു. ജീവജാലങ്ങൾ, ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉൾപ്പെടും, അതുപോലെ തന്നെ എല്ലാ ജീവികളും. നമ്മുടെ പരമാത്മാവ് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൽ, അതായത് ഈ സകല യൂണിവേഴ്സിലും ഭഗവാൻ പല വിധത്തിലുള്ള ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജലജീവികൾ, സസ്യങ്ങൾ, കൃമികീടങ്ങൾ, പക്ഷി, ജന്തുക്കൾ, മനുഷ്യർ, ഇങ്ങനെ ഓരോ വിധത്തിലും അവരുടെ പ്രചരണം നടക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ഈ ജന്തുവിനെ പറ്റിയുള്ള കാര്യമാണ് ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് 3:31 പറയുന്നത് എങ്ങനെ സൃഷ്ടി ഭഗവാൻ എങ്ങനെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. ആ ശ്ലോകം ശ്രീ ഭഗവാനുവാച, ഭഗവാൻ തന്നെ പറയുന്നതാണ്. കർമ്മണ ദേവനേത്രേണ ജന്തു ദേഹോപപത്തയെ സ്ത്രീയ പ്രവിഷ്ട ഉദരം പുംസോ രേതകണാശ്രയ. ഈ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ വിവരിക്കുന്നത് പരമദൈവോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, ജീവസത്ത ആത്മാവ് അവന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ളൊരു പ്രത്യേക ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടി പരമോന്നതനായ ഭഗവാന്റെ മേൽനോട്ടത്തിൽ കീഴിൽ ഒരു പുരുഷന്റെ ശുക്ല കണികയിലൂടെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു ജന്തുവിന്റെ ജനനം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജനനം. അപ്പൊ അതിനെപ്പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ആദ്യം ഭഗവാന്റെ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന സമയം മുതൽ ഭഗവാൻ അവിടെ എത്തുന്നുണ്ട്. ആ ഒരു ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി. അങ്ങനെ ഭഗവാന്റെ ആ സാന്നിധ്യം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ജീവസത്ത വളരാനോ അതിന്റെ പരിണാമങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ മുതൽ ഭഗവാൻ അത് ആ ആത്മാവിന്റെ കൂടെ പ്രവേശിക്കുന്നു. പരമാത്മാവും ജീവാത്മാവും അപ്പൊ തന്നെ അവിടെ ഉണ്ടാകുന്നു. പിന്നെ അതിന്റെ പരിണാമങ്ങൾ ഉണ്ടായി. ആ കുട്ടിക്ക് വേണ്ടുന്ന 10 മാസം വരെ അതിന് ജീവൻ പരിപൂർണത പ്രാപിക്കുന്നതിന് അതിൻ്റെ അംഗങ്ങളൊക്കെ ശരിയായി വന്ന് അതിന് വേണ്ടുന്ന ഒരു ഭൗതിക ലോകത്തിലോട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടുന്ന വിധത്തിൽ അത് അവരുടെ ആ ശരീര രൂപം മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ, മൃഗമാണെങ്കിൽ മൃഗം, എന്തായാലും ശരി ആ ജന്തു അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ വെളിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ അന്ന് മുതൽ അത് ഭൗതിക ജീവിതത്തിൽ ആസ്വദിക്കാൻ തുടങ്ങുന്നു. അപ്പൊ വെളിയിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഭൗതിക ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ അതിനും ഭഗവാൻ നിവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ കൊണ്ട് ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ സൃഷ്ടി നടക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ സ്ഥലമായാലും ശരി, ഭഗവാന്റെ ഗോലോക വൃന്ദാവനം, അതുപോലെ തന്നെ വൈകുണ്ഠങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതിനെപ്പറ്റിയൊക്കെ. അപ്പൊ അവിടെയും ഒരു മുക്താത്മാക്കൾ എന്നുള്ള ഒരു വിഭാഗം അങ്ങോട്ട് പോകും. അവിടെ വസിക്കാൻ യോഗ്യരല്ലാത്ത വ്യക്തികൾ, അതായത് ആത്മാക്കൾ, അവരൊക്കെ തന്നെ നമ്മുടെ ഭൗതിക ലോകത്തിലോട്ട് വിടും. ആ ഭൗതിക ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവർക്ക് ജീവിക്കാനുള്ള
മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഏതെല്ലാം വിധത്തിൽ അവർക്ക് ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പരിപൂർണ നടത്തുന്നത്. അപ്പം അങ്ങനെ ആത്മീയ ലോകത്തിൽ ജീവിക്കാൻ യോഗ്യരല്ലാത്ത ആളുകൾ ഭൗതിക ലോകത്തിൽ എത്തുന്നു. ആ ഭൗതിക ലോകത്തിൽ എത്തുന്നവരെ അവരെ അവിടെ സൃഷ്ടിച്ചങ്ങ് വിടുക മാത്രമല്ല ഭഗവാൻ ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഓരോ ജീവിക്കും, നമ്മുടെ 84 ലക്ഷം ജീവികളുള്ളതിൽ ആ ഓരോ ഭാഗത്തോട്ടും പോകുന്നതിന് ഏതു വിധത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്, അതനുസരിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന രൂപം കൊടുക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആ ആത്മാവിന് വേണ്ടുന്ന യോഗ്യമായ രൂപങ്ങൾ, അതായത് നമ്മുടെ ആത്മാവിന്റെ പ്രവൃത്തി ഏതായിരുന്നോ അതനുസരിച്ചിട്ടുള്ള രൂപങ്ങൾ ആ ആത്മാവിന് കിട്ടുന്നു. അങ്ങനെ പ്രകൃതിയിൽ അവരൊക്കെ വരുന്നു. ആത്മീയ ലോകത്തിലോട്ട് എത്തുന്ന ജീവികൾ, അതായത് നമ്മളെ പോലുള്ളവരും ഭൗതിക ലോകത്തിൽ എത്തുകയാണ്. ആ ഭൗതിക ലോകത്തില് നമ്മൾ എന്ത് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഏത് വിധത്തിലുള്ള നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് എന്ന് പറയാൻ, നമ്മൾ ഈ പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്ന നമുക്ക് കഴിഞ്ഞ ജന്മത്തും ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഭഗവാനിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുകയായിരുന്നു. അപ്പൊ അന്നുണ്ടായിരുന്ന ആ ഗുണം അനുസരിച്ചായിരിക്കും നമുക്ക് ഇന്ന് ഭൗതിക ലോകത്തിലോട്ടുള്ള സൃഷ്ടി നടത്തുന്നത്. അപ്പൊ അന്ന് നമ്മുടെ ഏത് വിധത്തിൽ ആഗ്രഹിച്ചെന്നോ അതേ ഉള്ളത്തിലുള്ള രൂപം കിട്ടും നമുക്ക്. പട്ടിയായോ പൂച്ചയായോ മനുഷ്യനായോ മറ്റേ ഏത് രൂപമായാലും വഴി നമുക്ക് നമ്മുടെ ആ ആത്മാവിന് ഏത് വിധത്തിൽ യോഗ്യത ഉണ്ടായിരുന്നോ രൂപം ലഭിക്കുന്നതിന് അതേ വിധത്തിലുള്ള രൂപം ഈ ഭൗതിക ലോകത്തിൽ കിട്ടും. ആ ഭൗതിക ലോകത്തിൽ ആര് തന്നെ വന്നാലും ശരി, ജീവസത്തകളായാലും ശരി, ആരായാലും ശരി, ഭൗതിക ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ശരീരത്തിന്റെ ആ രൂപം, ശരീരം അനുസരിച്ചിട്ട് ഈ ആത്മാക്കൾക്ക് കിട്ടുന്ന ശരീരത്തിന്റെ ഗുണങ്ങൾ അനുസരിച്ച് അവരവിടെ സുഖിച്ചു വാഴുന്നു. ഏത് രൂപത്തിലായാലും, അതിപ്പം നായയുടെ രൂപത്തിലായാലും ശരി, പന്നിയുടെ രൂപത്തിലായാലും ശരി, മനുഷ്യ രൂപത്തിലായാലും ശരി, അവർക്ക് കിട്ടിയ ശരീരത്തിന്റെ ഗുണം അനുസരിച്ചിട്ട് അവരവിടെ ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒരു കഥ പണ്ട് പറയുന്നുണ്ട്. നമ്മുടെ ദേവേന്ദ്രന് ഇങ്ങനെ ഒരു അനുഭവം കിട്ടി. പന്നിയുടെ രൂപത്തിൽ വന്നു. ഏതോ ഒരു ശാപം കിട്ടിയ കാരണം പന്നിയുടെ രൂപത്തിൽ ഇവിടെ വന്നു. വീണ്ടും നാരദൻ വന്നിട്ട് അദ്ദേഹത്തെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സ്വർഗത്തിലോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാ പറയുന്നു. അപ്പൊ ഏതൊരു ജീവി ഏതൊരു രൂപത്തിൽ വന്ന് ഇവിടെ വസിക്കാൻ തുടങ്ങുന്നോ, എത്ര പ്രയാസമായി തീർന്നാലും ശരി, ആ രൂപത്തിൽ തന്നെ ഇവിടെ ആസ്വദിക്കുകയാണ് ഭൗതിക ലോകം. ഭൗതിക ലോകത്തിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ തന്നെ മായ ഈ രൂപങ്ങളെ സമീപിക്കുകയും ആ ഭൗതിക ലോകത്തിലുള്ള മായയിൽ അവർ ബന്ധപ്പെടുകയും അങ്ങനെ ആ മായയിൽ അവർ ലയിച്ചു ചേരുകയും അങ്ങനെ നമ്മുടെ ശരിയായ ആഗ്രഹം, ശരിയായ ലക്ഷ്യം, നമ്മുടെ മനുഷ്യരൂപത്തെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യർക്ക് ശരിയായ താല്പര്യം, അവരുടെ സേവന നിരത എവിടാന്ന് വെച്ചാൽ അത് ഭഗവാന്റെ സേവനമാണ്. ആ കാര്യമൊക്കെ അവർ മറന്നു പോവുകയാണ് ഭൗതിക ലോകത്തിൽ എത്തിയതിനു ശേഷം. അപ്പൊ അതുകൊണ്ട് അവര് ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നു. ഈ വരുന്ന ആത്മാക്കളിൽ തന്നെ ഭഗവാൻ പരമാത്മാ രൂപത്തിലും അതുപോലെ തന്നെ ജീവാത്മാവും ആ ഭൗതിക ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് കൂടുതലും അറിയേണ്ടത് മനുഷ്യ സ്വഭാവത്തെ പറ്റിയാണ്. അപ്പൊ ആ മനുഷ്യന്റെ ശരിയായ ജീവസത്തയുടെ ആ താല്പര്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി രണ്ടു കൂട്ടർ ഒരുമിച്ച് ഒരു വൃക്ഷത്തിലെ രണ്ട് പക്ഷികൾ ഇരിക്കുന്ന മാതിരിയാണ് ഇരിക്കുന്നത്. എങ്കിലും പക്ഷേ ഈ മനുഷ്യന്റെ ആത്മാവ്, ജീവസത്തകളുടെ ആത്മാവ് ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ല. ഭഗവാനെ ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് നമ്മുടെ ശരിയായ ബോധം ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കാതെ ഭൗതിക ലോകത്തെ പറ്റി ആസ്വദിച്ചുകൊണ്ട്, അത് ഭൗതിക ഗുണങ്ങളെ പറ്റിയിട്ട് ഭൗതികമായിട്ട് ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അലഞ്ഞ് വെറുതെ നടക്കുകയാണ്. ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ച് കണ്ടമാനം സുഖസൗകര്യങ്ങൾ, ഭൗതികമായ സുഖസൗകര്യങ്ങൾ തേടി നടന്ന് അലയുന്നു.
അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകുന്നില്ല ആ ആത്മാവിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഭഗവാനിൽ എന്നുവരെ തിരിയുന്നില്ലയോ, ഭഗവാനിലോട്ടുള്ള ആകർഷണം നമുക്ക് എന്നുവരെ ഉണ്ടാകുന്നില്ലയോ, അതുവരെ നമ്മൾ ഭൗതികമായിട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത് ഇങ്ങനെ ജീവിച്ച് കുറെ നാൾ പോവുക, പിന്നെയും മരിക്കുക, പിന്നെയും ജീവിക്കുക, എങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അത് അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം. അതായത് ഒരു ജീവാത്മാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനിൽ എത്തുക എന്നുള്ളതാണ്. ഭഗവാൻ ധാമത്തിലെത്തി അവിടെ ഭഗവാന്റെ സേവ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏത് അവസരത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവിടെ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എത്തിയാലും ശരി ഭഗവാൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് ഭഗവാൻ തെറ്റു പറയുന്നില്ല. അതായത് പരമാത്മാ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മറ്റും ഒരു കാര്യത്തിൽ നിയന്ത്രിക്കുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ നിയന്ത്രണ ചുമതല ഇല്ല. ഈ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ ശ്ലോകത്തിൽ പറഞ്ഞതനുസരിച്ച് ഭൗതിക പദാർത്ഥങ്ങളുടെ ഉൽപ്പത്തി ചെയ്തതിനു ശേഷം എല്ലാത്തിലും ഭഗവാൻ പ്രവേശിക്കുന്നു. അത് നമ്മുടെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. സൃഷ്ടി നടന്നതിന് ശേഷം ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ശരിയാകുന്നില്ല. അപ്പൊ ഈ ഭൗതികവാദികളാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിദ്ധാന്തം ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് അവര് വിശ്വസിക്കുന്നില്ല. അതായത് ഭൗതികവാദികളും അതുപോലെ തന്നെ നമ്മുടെ മായാവാദി തത്വക്കാരും പറയുന്നത് ഒരു ആത്മാവ്, അങ്ങനെ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ രണ്ടു തരത്തിലുള്ള ആത്മാവില്ല. നമ്മൾ പഠിച്ച മാതിരി നമ്മുടെ ശരീരത്തിൽ രണ്ട് ആത്മാക്കൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ വിളിക്കുക. പക്ഷെ അത് ഭൗതികവാദികളായ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവര് പറയുന്നത് ഇത് വെറും ഒരു മിഥ്യയാണെന്നാണ് പറയുന്നത്. എന്നാൽ പ്രഭുപാദന്തി പറയുന്നു രണ്ട് ആത്മാക്കളും നമ്മുടെ ശരീരത്തിൽ തന്നുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റേ ആത്മാവ് നമുക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ തോന്നും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ചെയ്തോളൂ പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. കൃഷ്ണ കേൾക്കാവോ പ്രഭു? കേൾക്കാം പ്രഭു, കേൾക്കാം. കണ്ടിന്യൂ ചെയ്തോളൂ. കറണ്ട് ചിലപ്പോഴൊക്കെ പോകുന്നുണ്ട്. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി സൃഷ്ടി സമയത്ത് ഒരു വിഭാഗം ആൾക്കാര് ആത്മീയ ലോകത്തോട്ടും പോകുന്നുണ്ട്, അതായത് ഭഗവത് സന്നിധിയിലും പോകുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ഭൗതിക ലോകത്തിലോട്ടും വരുന്നുണ്ട്, അതായത് ആത്മാക്കൾ. ആ ആത്മാക്കള് ഭഗവാന്റെ ലോകത്ത് പോകുന്ന ആത്മാക്കള് തിരിച്ചു വരാറില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. പക്ഷേ ചില അവസരത്തില് ചില സാഹചര്യത്തിൽ ആ ആത്മാക്കളും ഭൂമിയിൽ എത്താറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതും ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ഭൂമിയിൽ എത്തുന്നത്. നമുക്കറിയാം ജയവിജയന്മാരുടെ കഥയൊക്കെ. അപ്പൊ അതേമാതിരി ചിലർക്ക് യാദൃച്ഛികമായി ഇവിടെ എത്തേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ കൂടെ വസിക്കുന്ന പാർഷദന്മാരുണ്ട്. ആ പാർഷദന്മാരും ചില സമയത്ത് നമ്മുടെ ഭൂമിയിൽ എത്താറുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ട് ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ അവരും വരാറുണ്ട്. അതായത് ആത്മീയ ലോകത്തിൽ എത്തുന്ന ആത്മാക്കളും ചില അവസരത്ത് നമ്മുടെ ഭൗതിക ലോകത്തിൽ എത്തുന്നുണ്ട്. അത് അവരിവിടെ വന്ന ഭഗവാന്റെ കൂടെ എന്താ പ്രവൃത്തി അവർക്ക് ചെയ്യുന്ന ഈ പാർശ്വരന്മാർ എന്ന് പറയുന്നത് ഭഗവാന്റെ കൂടെ ഇവിടെ എത്തും. എന്നിട്ട് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ജോലികൾ അവരിവിടെ ചെയ്യുക.
അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അവരും തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ആത്മാക്കളും ചിലപ്പോഴൊക്കെ നമ്മുടെ ഭൂമിയിൽ എത്താറുണ്ട്. പക്ഷെ നമ്മളിവിടെ ബദ്ധാത്മാക്കളായിട്ടുള്ളവരാണ് നമ്മളിവിടെ എത്തുന്നത്. ആ ബദ്ധാത്മാവിന്റെ ആ പ്രകൃതി അല്ലെ ആ പ്രവർത്തനം മാറ്റണമെങ്കിൽ, നമ്മൾ ബദ്ധാത്മാവിൽ നിന്നും മുക്താത്മാവായി മാറണമെങ്കിൽ നമ്മള് അതെ ഭഗവത് ഭക്തിയുത സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അതാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. നമ്മുടെ കൂടെ ഭഗവാൻ ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ സൗകര്യത്തിന് എല്ലാം നോക്കാൻ വേണ്ടി. പക്ഷെ ഭഗവാൻ എപ്പോഴും അതീന്ദ്രിയ ലെവലിൽ തന്നെ ഇരിക്കുന്നു. ഈ ആത്മാക്കൾ അതീന്ദ്രിയ ലെവലിൽ നിന്ന് മാറി അതീന്ദ്രിയ ലെവലിലേക്ക് എത്തുന്നില്ല. അവർ സാധാരണ ലെവലിൽ തന്നെ, അതായത് ആത്മാവ് ഭൗതികമായിട്ട് തന്നെ അവർ ചിന്തയോടുകൂടി ഇരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മാക്കൾ ഇവിടെ വരുമ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ, ത്രിഗുണങ്ങളുണ്ടല്ലോ, ആ ത്രിഗുണങ്ങളിൽ ആകൃഷ്ടരായി സുഖസൗകര്യങ്ങൾ തേടി സാധാരണ ആത്മാക്കൾ ഇവിടെ അലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യുക, ഭഗവാനുമായിട്ട് ഭക്തിഗത സേവനങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള വഴി ഉണ്ടാവൂ. അതിനുള്ള ആസക്തി, നമുക്ക് താല്പര്യം ഉണ്ടാകണം, ഭഗവാനുമായിട്ട് ബന്ധപ്പെടണം, ഭഗവാന്റെ ലോകത്ത് എത്തിച്ചേരണം, നമുക്ക് ആത്മീയ ലോകത്തിൽ എത്തണം എന്നുള്ള നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്താൻ ചെയ്യൂ. അതിന് ഭക്തിയിൽ ഉയരണമെങ്കിൽ സാധുസംഘം ഉണ്ടാകണം, നാമസങ്കീർത്തനം ഉണ്ടാകണം, ഭാഗവത പാരായണം ചെയ്യണം, മധുര വാസം, ഇതൊക്കെയാണ് ഭക്തി ഉയരുന്നതിനുള്ള മാർഗം ഉണ്ടാകുന്നത്. അപ്പം ബദ്ധാത്മാക്കളായി നമ്മൾ ഭൂമിയിൽ അലിഞ്ഞു തിരിയാതെ ഇങ്ങനെ ഭഗവാന്റെ രൂപത്തിലോട്ട് ശ്രദ്ധിക്കണം. അതായത് 2 കിളികളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു മരത്തിൽ 2 കിളികൾ ഇരിക്കുന്ന മാതിരി നമ്മുടെ ശരീരത്തിനുള്ളിലും 2 കിളികൾ വസിക്കുന്നുണ്ട്. ആ കിളികളിൽ ഒന്ന് ഭഗവാനും ഒന്ന് നമ്മുടെ ആത്മാവുമാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ പരമാത്മാവിലോട്ട് മാറ്റണമെങ്കിൽ ആ പരമാത്മാവിനെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭൗതികതയിൽ മുഴുകി സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ നടക്കും. ഭൗതികയിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എന്തുവാ? ഭൗതികയിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഭൗതികതയിലുള്ളത്. ആത്മീയമായിട്ട് യാതൊരു ചിന്തയുമില്ലാതെ നമ്മളിങ്ങനെ തിരക്കുക. സുഖസൗകര്യങ്ങൾ പറഞ്ഞാൽ ഇന്ദ്രിയ സംതൃപ്തത്തിന് വേണ്ടി, മനോസുഖത്തിന്, ആത്മീയതയിൽ മനോസുഖം ഉണ്ടാകും. പക്ഷെ ഈ ഭൗതികതയിൽ യാതൊരു വിധത്തിലുള്ള മനോസുഖം ഉണ്ടാകുന്നില്ല. ഉണ്ടായാൽ തന്നെ അത് താൽക്കാലികമാണ്. എത്ര ധനികന്മാരുണ്ടായാലും ശരി, അവർക്ക് വളരെ വിഷമങ്ങളുണ്ടാകും. അതുപോലെ രോഗങ്ങള്, അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾ കാണുമ്പോൾ അതിലുള്ള മോഹം. അപ്പൊ ഇങ്ങനെയുള്ള മോഹങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ശരിയായ വിധത്തിൽ ഒരു മനോസുഖം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ മനോസുഖം കിട്ടണമെങ്കിൽ ആത്മീയമായ ബോധം ഉണ്ടായി ആത്മീയതയിലോട്ട് നമ്മൾ തിരിഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ. ആത്മീയതയിൽ തിരിയണമെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുന്നതായ പരമാത്മാവിനെ ശ്രദ്ധിക്കണം. പരമാത്മാവിനെ ശ്രദ്ധിച്ചിട്ട് ആ ഭഗവാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച്, അത് പരമാത്മാവിൽ എത്തുന്നതിനായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആത്മീയ ശാന്തി ഉണ്ടാവൂ. ആത്മീയ സുഖമില്ലെങ്കിൽ യാതൊരു സുഖവും ഇല്ല. എത്ര ഭൗതികമായി എത്ര തന്നെ നമ്മൾ വലിയ വലിയ ആഡംബര വാഹനങ്ങൾ ചുറ്റിയാലും ശരി, സിനിമകൾ കണ്ടാലും ശരി, സർക്കസ് പോയി കണ്ടാലും ശരി, എത്ര വലിയ മോടി പിടിച്ച കെട്ടിടങ്ങൾ വസിച്ചാലും ശരി, ഇതൊന്നും കൊണ്ട് നമുക്കൊരു ആത്മീയ സംതൃപ്തി ഉണ്ടാകുന്നില്ല. ആത്മീയ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ പരമാത്മാ രൂപത്തിലുള്ള ഭഗവാന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഭഗവാന്റെ ഭാഗത്തെ രക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനവും ശാന്തിയും ആത്മശാന്തിയും ഉണ്ടാവും. ഈ ഭഗവാൻ നമ്മുടെ കൂടെ വരുന്നത് വെറുതെ വന്നതെന്നല്ല. ഭഗവാന്റെ ഈ നമ്മുടെ ഇച്ഛാനുസരണം നമുക്കുണ്ടാകുന്ന ഈ ഭൗതികമായ ചിന്തയായാലും ശരി, അതിനൊക്കെ സഹായിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അതായത് ഇപ്പം നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും ചിലക്ക് ഒരു ധനവും ഉണ്ടാകാതിരിക്കുന്നു. അതിന്റെ കാര്യം എന്താ? അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സാധിക്കൂ. നമുക്ക് ഭൗതിക ജീവിതത്തിൽ തന്നെ സുഖസൗകര്യങ്ങളോടും രോഗത്തിൽ നിന്നും മുക്തമായിട്ടും
ഒക്കെ ഇരിക്കണമെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിന് ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, പരമാത്മാവായിട്ട് ഏത് സമയത്തും ഉണ്ട്. പക്ഷേ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്ന് കാണാവുന്ന നമ്മുടെ ഭൗതിക ഈ ലോകത്ത് എന്തെല്ലാം ദുർവൃത്തങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യനായി കാണാതെ പലരെയും പല വിധത്തിലുള്ള ദൂഷ്യങ്ങൾ കലികാലത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കലികാലത്തില് 5000 വർഷമേ കടന്നുപോയിട്ടുള്ളൂ. ഇനി 5000 കൂടെ നല്ല കാലം എന്ന് പറയുന്നു. ഈ നല്ല കാലത്ത് തന്നെ ഇത്രയും പ്രയാസങ്ങൾ ഈ ലോകത്തുണ്ടാകുന്നു. പ്രയാസങ്ങൾ പറഞ്ഞാൽ തിരിച്ചറിവില്ലാതെ, മനുഷ്യബോധമില്ലാതെ, ജീവികളുമായിട്ട് ദയയില്ലാതെ, അങ്ങനെ പല പല പ്രവർത്തികൾ ഈ സമൂഹത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. എല്ലാം ഓരോ ഉന്നത സുഖത്തിന് വേണ്ടി അലയുന്നത് കൊണ്ട്, അതായത് ഇന്ദ്രിയ സുഖമാണ് ഏറ്റവും കൂടിയ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയത ഇല്ലാതെ വളരുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നേര് നമ്മുടെ ഭരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി, അങ്ങനെ അധികാരത്തിന് വേണ്ടി, അങ്ങനെ ഓരോ വിധത്തില് സഹകരണ ബോധം, അതായത് ആത്മീയ ബോധമില്ലാതെ നമ്മള് അനിയന്ത്രിതമായിട്ട് നീങ്ങുന്നത് കൊണ്ട് ഇന്ന് കാണുന്ന പ്രയാസങ്ങളും ബന്ധപ്പാടുകളും ഒക്കെ ഇപ്പൊ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ. അധികാര ദുർനോഹികൾ പരസ്പരം വെടിവെക്കുന്നു. ആ ഒരു ജീവന്റെ വില അവർ നൽകുന്നില്ല. ഏതൊരു ശരീരത്തിലും ഇങ്ങനെ ഭഗവാന്റെ സാന്നിധ്യവും മനുഷ്യന്റെ ആത്മാവും ഉണ്ടെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇവർ തന്യോന്യം തല്ലിക്കൊള്ളുകയും അതിന് എത്ര നിഷ്കരുണമായ പ്രവർത്തികളാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടക്കുന്നത്. എത്ര പാവപ്പെട്ട മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു. ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്രയോ ജീവികൾ ഇവിടെ നടക്കുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ആത്മീയ ബോധം ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഭാഗവതത്തിൽ നമ്മുടെ പ്രഭുപാദർജി പറയുന്നത്, ജീവദശത്ത ഭൂലോകത്തിലെത്തിക്കഴിഞ്ഞതോടുകൂടി പ്രകൃതിയുടെ തിരുഗുണങ്ങൾക്ക് അധീനരാകുന്നവർ. അപ്പൊ ആ പ്രകൃതിയുടെ തിരുഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഈ പ്രവർത്തികളൊക്കെ ചെയ്യിക്കുന്നത്. നമ്മുടെ സഹചാരിയായ പരമാത്മാവിനെ ഈ ത്രിഗുണങ്ങളൊന്നും ബാധിക്കാറില്ല. ഈ ശ്ലോകത്തിൽ, നമ്മുടെ ശ്ലോകത്തിൽ പറയുന്നത് ഇതാണ്. പരമാത്മാവിനും ആത്മാവിനും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയുന്നുണ്ട്. പരമാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു ആ ഗുണങ്ങളൊന്നും അദ്ദേഹത്തിൽ യാതൊരു എഫക്റ്റും ചെയ്യില്ല. ഈ പരമാത്മാവ് തന്നെയാണ് ഈ ഗുണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണിത്. അതുകൊണ്ട് അതേ സമയത്ത് ജീവാത്മാക്കൾ നമ്മുടെ ഭൂമിയിൽ, അതായത് ഭൗതിക പ്രകൃതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനടിമയാകുകയാണ് ഈ തിരുഗുണങ്ങൾക്ക്. അതിനകത്ത് സത്വ രജോ തമോ ഗുണങ്ങളിൽ സത്വഗുണം ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ആ രജോ ഗുണവും തമോ ഗുണത്തിലുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളിൽ ആകൃഷ്ടരാകാണ്. അപ്പൊ അത് നമ്മുടെ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട്. ഓരോ ഗുണങ്ങൾക്കും ഇന്ന ഏതൊരു പ്രവൃത്തിയിലായാലും ശരി ഇന്ന ഗുണങ്ങളെ പറ്റി അതിനകത്ത് വിവരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ഈ മറ്റേ രജോതമ ഗുണങ്ങളിൽ ആകൃഷ്ടരായി നമ്മുടെ ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ലക്ഷ്യബോധമില്ലാതെ നമ്മളെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നമ്മുടെ പ്രഭുപാദർജി നമ്മളോട് നിർദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഗുണങ്ങളിൽ നിന്നും ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ അടിമപ്പെടാതെ തമോ ഗുണത്തിലേക്ക് എല്ലാവരും ഉയരണമെന്നും അതിനു വേണ്ടുന്ന പ്രവർത്തികൾ ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭഗവാൻ പരമാത്മാ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിലെ ഈ ത്രിഗുണങ്ങളുടെ യാതൊരു എഫക്റ്റും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ നമുക്കും വിജ്ഞാനം ഉണ്ടായാൽ ഈ ഗുണങ്ങളിൽ നിന്നും മുക്തരായി ജീവിക്കാൻ പറ്റും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മളുടെ സത്വം എന്താണ്, നമ്മൾ എങ്ങനെ നമ്മളിവിടെ ജീവിക്കുന്നു, ഭഗവാൻ ഉണ്ടോ, ഭഗവാനെ പറ്റി അറിയണം, നമ്മളെ പറ്റി അറിയണം, ഭഗവാനെ ഏത് വിധത്തിൽ നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഭഗവത് ധാമത്തിൽ എത്താനുള്ള വഴി എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അത് എത്താനുള്ള വഴി എന്താണ്, അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം ഭഗവാൻ ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് വേദശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത, രാമായണം, ഭഗവത്ഗീത,
ശ്രീമദ് ഭാഗവതം, ഭാരതം, അങ്ങനെയുള്ള സകല ഗ്രന്ഥങ്ങൾ, ഇന്ന് ഉപനിഷത്തുകള് ഇതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. അത് നമുക്ക് വേദങ്ങൾ പഠിക്കാനുള്ള ബോധമില്ല. എന്നെ പോലുള്ളവർക്കാണെങ്കിൽ ഈ സംസ്കൃത ഭാഷകളൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വേദങ്ങളൊന്നും പഠിക്കുന്നതിന് പറ്റത്തില്ല. പക്ഷേ എങ്കിലും അതിനു വേണ്ടുന്ന പ്രഭുപാദർജി നമുക്ക് അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ തന്നെ സരളമായ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. രാമായണം വായിക്കുക, ഇപ്പം രാമായണ മാസമാണ്. അപ്പം ആ രാമായണ മാസത്തിനെ പറ്റിയും പറയുന്നുണ്ട്. രാമായണം വായിക്കുന്നതിന്റെ പ്രയോജനത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ, നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അത് പഠിക്കാൻ ഇത്ര നല്ല വിധത്തിൽ നമ്മുടെ ഇസ്കോൺ പ്രഭുപാദർജിയുടെ കൃപയാൽ നമുക്കെല്ലാം ഇത് മനസ്സിലാക്കി തരുന്നു. ഓരോ ശ്ലോകത്തിനും ഇതൊക്കെ അതിന്റെ അർത്ഥവും അതിന്റെ പരിഭാഷയും അതുപോലെ തന്നെ അതിന് അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിചരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് ഞാനായാലും ശരി, എന്നെ പോലുള്ളവരും ഇതുപോലെ എന്തെങ്കിലും പറയാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ പ്രഭുപാദർജിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ സരളമായി തന്നിരിക്കുന്നതിനാൽ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിന്റെ വഴിതിരിച്ചു വിടാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അത് തന്നെയാണ് പ്രഭുപാദർജി പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള പ്രവർത്തികൾ, അതായത് ഭഗവത് സേവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്താനുള്ള മാർഗമാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഈ ശ്ലോകത്തിൽ പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തില് ഭൗതിക ഈ ജീവസത്തുക്കൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹവും നമ്മുടെ കൂടെ തന്നെ ഭൗതിക ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട്. ആ ഭഗവാൻ നമ്മളിൽ ഈ പ്രകൃതിയുടെ ഗുണങ്ങളൊന്നും അടിമപ്പെടാതെ, പ്രകൃതി ഗുണം അദ്ദേഹത്തിൽ ബാധിക്കാതിരിക്കുന്നതിന്റെ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ട്. ആ വിജ്ഞാനം ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇതിലൊന്നും ബാധിതരാകുന്നില്ല. അതേസമയത്ത് നമുക്ക് ഈ വിജ്ഞാനം കുറവായതിനാൽ നമ്മളിങ്ങനെ ഭൗതികതയിലുള്ള രജോ ഗുണ തമോ ഗുണങ്ങളിൽ ആകൃഷ്ടരായി ജീവിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പ്രതിവിധി കാണേണ്ടത് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകുക, അതിനുവേണ്ട മാർഗങ്ങൾ നോക്കുക. അവരൊക്കെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച്, നമ്മുടെ ഈ ജീവാത്മാവിന്റെ ആഗ്രഹം അനുസരിച്ച് പരമാത്മ രൂപത്തിൽ നമ്മളിൽ തന്നെ വസിച്ചുകൊണ്ട് നമ്മളെ ആ ഭാഗത്തോട്ട് തിരിച്ചുവിടും. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമുക്കൊരു ചിന്ത ഉണ്ടാകണം. പരമാത്മാവിൽ ബന്ധപ്പെടണമെന്നും പരമാത്മാവിന്റെ സേവനം ചെയ്യുന്നതാണ് നമ്മുടെ ധർമ്മം എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവാൻ അത് തന്നെ അതുകൊണ്ട് പറയാൻ ഭഗവത്ഗീതയിലും പറയുന്ന ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരു ചിന്തയും വിചാരവും ഇല്ലാതെ, അസൂയയും മറ്റും ഒന്നുമില്ലാതെ ഭഗവാനെ തന്നെ ഏത് അവസരത്തിലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, അല്ലെ ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റി കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഭഗവത് സാമ്രാജ്യത്തിലോട്ട് എത്താൻ സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലും പറയുന്നത്. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. നമ്മുടെ ഏതാവശ്യങ്ങൾക്കും അദ്ദേഹം നമ്മളെ സഹായിക്കും. ഇത്രയാണ് ഈ ശ്ലോകത്തിനെ പറ്റി എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ട് ചൂണ്ടിക്കാണിക്കുക. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. എന്ത് തെറ്റാണ് പ്രഭു, എല്ലാം അങ്ങ് ശരിയായി തന്നെ പറഞ്ഞു. വളരെ നല്ല ക്ലാസ് പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. നന്ദി. ഹരേ കൃഷ്ണ. മറ്റു ഭക്തന്മാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ഈ പ്രഭു പറഞ്ഞ പോലെ എല്ലാ ജീവികളിലും എല്ലാ സസ്യങ്ങളിലും എല്ലാം ഭഗവാൻ ഉണ്ട്. അപ്പൊ നമ്മള് പ്രസാദത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഈ മരങ്ങളെയും ഈ ചെടികളെയും എല്ലാം നമ്മള് മുറിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഓഫർ ചെയ്യുന്നതിലൂടെ അത് കുഴപ്പമില്ലാതെ ആവുന്നതാണ് പ്രഭു. അത് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്തൊരു പ്രഭു. എക്സ്പ്ലെയിൻ ചെയ്യാന് ചെടികള് ജീവനുണ്ട്, ശരിയാണ്. പക്ഷെ ഭഗവാൻ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ ഒരു
ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് അതിന്റെ കൈയോ കാലോ ഒക്കെ ഒന്ന് മുറിച്ചാലും ശരി, രണ്ടാമതും അത് കിളിച്ചു വരും. അതുകൊണ്ട് അത് പാവമായിട്ട് ധരിക്കണ്ട. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, തുളസിയുടെ ഇലയൊക്കെ പൂജിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിൽ ദോഷമൊന്നുമില്ലേ? പക്ഷെ എന്ന് വിചാരിച്ച് ഒരു പശുവിനെ വെട്ടുന്നതും ഒരു കോഴിക്കുഞ്ഞിന്റെ മുട്ട എടുത്ത് നശിപ്പിക്കുന്നതൊക്കെ പാവം തന്നെയാണെന്ന് ഭഗവാനും പറയുന്നു. അതൊന്നും ഉപയോഗിക്കാൻ ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാം പ്രഭുപാദരുടെ ഗുണം. പ്രഭു അനുകമ്പ, പ്രഭുപാദരുടെ അനുഗ്രഹം, ഗുരുവിന്റെയും പ്രഭുവിന്റെയും എല്ലാവരുടെയും അനുഗ്രഹം. ഹരേ കൃഷ്ണ. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. പരമാനന്ദ പ്രഭു ചോദിച്ച ചോദ്യത്തിന് ഒരു എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനുള്ളത്, ജീവോ ജീവസ് ജീവ, ഒരു ജീവി മറ്റൊരു ജീവിയുടെ ആഹാരമായി തന്നെ തീരണം. അപ്പോ നമുക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഭഗവാൻ അതിന് അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ആഹാരം പറഞ്ഞിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് നമ്മൾ ഒന്നും എടുക്കാൻ പാടില്ല. എന്നതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന പല്ലും വയറും ആമാശയവും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സസ്യാഹാരം കഴിക്കുവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സസ്യാഹാരം കഴിക്കുമ്പോൾ പൊതുവെ മറ്റു മാംസാഹാരം കഴിക്കുന്നതിനേക്കാളും പാപം അല്പം കുറവായി തന്നെ ഇരിക്കും, നിവേദിച്ചില്ലെങ്കിൽ കൂടി. കാരണം ജീവോ ജീവസ് ജീവ എന്നുള്ള രീതിയിൽ നമുക്ക് അനുവദനീയമായ ആഹാരമേ നമ്മൾ കഴിക്കുന്നുള്ളൂ, സസ്യാഹാരം. പക്ഷെ എന്നിരുന്നാലും അതിലും പാപം ഉണ്ട് തന്നെ. കാരണം ഒരു ജീവിയെ കൊന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ പ്രഭു പറഞ്ഞതുപോലെ ഒരു സസ്യാഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഇല മാത്രം പറിച്ചെടുക്കുകയോ കായ് മാത്രം പറിച്ചെടുക്കുകയോ ചെയ്താലും ആ ജീവി മരിക്കുന്നില്ല. അതുകൊണ്ട് ആ പാപം അല്ലെങ്കിലും കുറവായിരിക്കും. ഇനി നമ്മൾ കാണ്ഡം കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ വേരോടെ പറിച്ച് ആ സസ്യത്തിനെ കൊന്നാണ് കഴിക്കുന്നെങ്കിൽ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ ജീവി കൊല്ലപ്പെടുകയാണ്. അപ്പൊ നമുക്ക് പാപമുണ്ട്. പക്ഷെ ആ പാപം ജീവോ ജീവസ് ജീവ എന്നുള്ള രീതിയിൽ നമുക്ക് അനുവദനീയമായ ആഹാരം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിന്റെ പാപം അല്പം കുറവാണ്. പാപം ഇല്ല എന്നല്ല, പാപം കുറവാണ്. മാംസാഹാരം കഴിക്കുന്നതിനേക്കാളും പാപം കുറവാണ്. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, നീ എന്ത് ഭുജിക്കുന്നുവോ അതെല്ലാം എനിക്കായി സമർപ്പണം ചെയ്ത് കഴിക്കുമ്പോൾ നീ അത് ഭഗവാൻ പ്രസാദമാക്കി തരുമ്പോൾ നമുക്ക് ആ പ്രസാദം കഴിക്കുമ്പോൾ നമ്മൾ അപ്പോ പാപം ചെയ്യുന്നുമില്ല, പ്രസാദമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപം കൂടി ഇല്ലാതാക്കാൻ ആ പ്രസാദത്തിന് കഴിയും. അപ്പോൾ ഒരേ സാധനം നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപം കൂടി ഇല്ലാതാക്കാൻ ആ പ്രസാദം എന്നുള്ള രീതിയിൽ അതിനെ കഴിക്കുമ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഭഗവാന് സമർപ്പണം ചെയ്ത് കഴിക്കുമ്പോഴുള്ള ഗുണം. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക്സ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞായിരുന്നു. ഭഗവാന്റെ വാക്ക് പരമപ്രധാനമാണ്. ഭഗവാൻ വധിക്കുന്ന അർജുനനോട് പറഞ്ഞപ്പം അർജുനൻ വധിച്ചു. ഭഗവാനാണ് എന്തെല്ലാം ഉപയോഗിക്കാം, എന്തെല്ലാം ഉപയോഗിച്ചുകൂടാ എന്ന് നമ്മുടെ അമ്മയായ വേദങ്ങളിൽ കൂടി നമുക്ക് അറിവ് തന്നിരിക്കുന്നത്. വേദമാണ് നമ്മുടെ അമ്മ. അപ്പൊ ആ ഒരു ഭഗവാന്റെ വാക്കാണ്, ഭഗവാന്റെ മുഖത്തു നിന്നാണ് വേദങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ വേദത്തിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നോ, ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം മലമെന്ന് പറയുന്ന അശുദ്ധമാണ്. പക്ഷേ പശുവിന്റെ മലമായിട്ടുള്ള ചാണകം നമ്മളെ വളരെ ശുദ്ധമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഭഗവാൻ വേദങ്ങളിൽ കൂടി നമുക്ക് തന്നിരിക്കുന്ന വാക്കിനെ നമ്മൾ അതുപോലെ പരമപ്രധാനമായിട്ട് എടുക്കുന്നത് കൊണ്ട് അത് ആ വാക്കാണ് ഏറ്റവും വലുതായിട്ടുള്ളതും ഏറ്റവും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളതും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ വാക്കുകളെ പരമപരിശുദ്ധമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സൂപ്പർ മാജി, സൂപ്പർ സൂപ്പർ. ഹരേ കൃഷ്ണ. പുണ്യപാപങ്ങൾ ഭഗവാൻ പറയുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ? ഹരേ കൃഷ്ണ. വൃക്ഷങ്ങൾക്ക് ബോധം നമ്മളുടെ ലെവൽ അനുസരിച്ചിട്ട് കുറവാണെന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയുന്നില്ല, അവരുടെ കോൺഷ്യസ് ലെവല് താഴ്ന്നതാണെന്ന് ഞാനൊരു ഇവിടെ വായിച്ചിട്ടുണ്ട്. പിന്നെ പ്രഭുപാദ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മരം വെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6 മരം അതിന് പകരമായിട്ട് വെച്ച് പിടിപ്പിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചില ആവശ്യങ്ങൾക്ക് നമുക്ക് മരം മുറിക്കേണ്ടിയൊക്കെ വരുമല്ലോ.
എല്ലായിടത്തും മരം ഇതാവുമ്പോൾ നമ്മൾ അത് മുറിക്കേണ്ടി വരുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ആ സ്ഥലത്ത് നിന്നല്ല വേറെ എവിടെയെങ്കിലും നമുക്ക്, അതായത് നമുക്ക് ആവശ്യം ഉപയോഗിക്കേണ്ട സ്ഥലം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ദിക്കിലും നമ്മൾ 6 മരം വച്ച് പിടിപ്പിക്കണം എന്നൊരു കണക്കും കൂടെ ഏതോ ഒരു ആചാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി, താങ്ക് യു. ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോയിന്റ്സ് നമ്മുടെ ഭക്തന്മാരെ ഓരോരുത്തർ അവരുടെ റിയലൈസേഷനിൽ നിന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വളരെ അട്രാക്റ്റീവ് ആണ്. മറ്റുള്ള ഭക്തന്മാർക്ക് മച്ചിത്ത മദ്ഗത പ്രാണ ബോധ എന്ത പരസ്പരം എന്നുള്ള ആ ശ്ലോകത്തിന് അർത്ഥവത്താക്കുന്ന രീതിയിൽ പരസ്പരം ബോധദീപ്തരാവകമായി സംതൃപ്തി ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതിനും കൂടെ ഇനിയുള്ള ക്ലാസ്സിൽ സാധിക്കുമാറാകട്ടെ. താങ്ക് യു പ്രഭു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. കഥാപ്രഭു പ്രഭു, ഹരേ കൃഷ്ണ. പ്രഭു, നമ്മുടെ ഇപ്പം ഈ രഥയാത്രയ്ക്ക് 2-3 ദിവസം മുന്നേയും രഥയാത്രയ്ക്ക് ശേഷവും നമ്മുടെ അറ്റൻഡൻസ് വളരെ കുറവാണ് പ്രഭു. അതെ 20, 22 ഇപ്പം 10-15 പേരൊക്കെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ കയറിയവര് കുറച്ചൊരു മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മള് ബാക്കി എല്ലാവരും ഒന്ന് ഈ ഭാഗവതം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുക. വരാത്തവർ എന്തുകൊണ്ട് വരുന്നില്ല നമുക്ക് തിരക്കണം പ്രഭു. അതെ, വളരെ കറക്റ്റാണ്. ഓരോ ഡ്യൂട്ടിക്കും ഈ വരുന്നവരുടെ പ്രധാനമായിട്ടുള്ള ലീഡർമാര് ഈ ഓരോ ഡ്യൂട്ടിമാരെയും നമ്മൾ ഏറ്റെടുക്കണം. ഓരോരുത്തർ 5-5 നേരത്തെ വന്നതിന്റെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ഓരോരുത്തർ 5-5 പേരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അവര് പോലും അറിയാതെ അവർ വന്നില്ലെങ്കിൽ അവരെ വിളിക്കുന്ന ഒരു ശീലം പ്രധാനമായിട്ടും ഒരു കാര്യം നമുക്ക് 5 ഡ്യൂട്ടി എല്ലാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അതിന്റെ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. നമുക്ക് വേറെ അപ്പം അത് മായയുടെ ഒരു പരീക്ഷണം കൂടെയാണ്. അത് നമ്മൾ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് എത്തണം. അപ്പൊ നമ്മുടെ അറിയാവുന്ന ഇത് ക്ലാസ് കയറി ഇപ്പൊ വരാത്തവർ എന്താ ആരാണെങ്കിലും നമുക്കൊന്ന് തിരക്കണം. എന്താ വരാത്തത്, ക്ലാസ്സിൽ കയറാത്ത എന്താണ് ഒന്ന് തിരക്കണം. പ്രഭുസൻ മാതാജി ഗ്രൂപ്പിലുള്ള. ഹരേ കൃഷ്ണ. നമുക്ക് ചെയ്യാം. ഉറപ്പായിട്ട് ഓരോ ഡ്യൂട്ടീസും അവരവരുടെ അടുത്തുള്ള അവർക്ക് പരിചയമുള്ള ആൾക്കാർ വന്നുകൊണ്ടിരുന്നവർ ആരാണ് വരാത്തതെന്ന് നോക്കിയിട്ട് ഒരു 5 ഡ്യൂട്ടീസിന്റെ ഉത്തരവാദിത്തം ഓരോരുത്തർ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാനും പറ്റും. പഴയ ആൾക്കാർ വന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് ഇവിടുന്ന് ആദ്യം ഒരാൾ വിളിക്കുകയും ചെയ്യും. അതെ, പഴയ 30 പേരോളം ആവറേജ് ഇതിനകത്ത് ഉണ്ടായിരുന്നു പ്രഭു. അതെ നോക്കാം കുഴപ്പമില്ല. നമുക്ക് ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഡിവൈഡ് എടുക്കാം. ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. വൈകുന്നേരത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ഓരോ ഡ്യൂട്ടീസും ദയവായി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വൈകുന്നേരവും ആള് അല്പം കുറവാണ്. എല്ലാവരും മുന്നോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ചൈതന്യ ചരിതാമൃതം ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് രാവിലത്തെ ഭാഗം ക്ലാസ് അവസാനിപ്പിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ചന്ദ്രൻ പ്രഭുവിന് വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു പ്രഭുജി. രാധാ ജീവൻ പ്രഭുവിന് നന്ദി. ഹരേ കൃഷ്ണ പ്രഭു. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ